മമ്മിയുടെ കത്ത്. അന്ന് പറഞ്ഞ ഗൾഫിലെ കാര്യം റീച്ചിങ് ചെയ്തോന്ന്. എന്താ ഇത്? എല്ലാവരും നിസ്സാരമട്ട്. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമില്ലേ? എന്ത് പറഞ്ഞാലും മതി, ഒരു മൂക്കലും മൂളലും. ആർക്കത്ര ധൃതിയിൽ എഴുതുന്നത്? ഓ, ഇതാ ഇപ്പത്ര വലിയ കാര്യം. നിന്നെയെന്നല്ല, ലോകത്ത് വേറെ ആരെയും കാണുന്നതിന് മുമ്പ് അവരെയാ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എന്തും. അങ്ങനെ ഇപ്പൊ പറ്റില്ല. ആദ്യം ഇതിന് മറുപടി പറയും. ഇങ്ങനെ വെറുതെ കളിക്കരുത്. ആ കത്തിനുണ്ടോ? തരാൻ. മുത്തശ്ശി എപ്പോ നോക്കിയാലും അതൊരു മുത്തശ്ശി. ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡറി. ആ, നിനക്ക് അങ്ങനെ തോന്നുന്നു. അതിന് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരാ? എന്റെ ഡാഡി മമ്മി ആയിരിക്കും. പിന്നല്ലാതെ നീ ഇങ്ങനെ ആയപ്പോഴും അവരെ തന്നെ വേണം പറയാൻ. നിന്റെ തന്തയും തള്ളേ. കുറെ നാളെ ഞാനിത് കാണുന്നു. അനങ്ങിയ മമ്മിക്ക് ഡാഡിക്കും കുറ്റം. എന്താ കാര്യമെന്ന് എനിക്കറിയണമല്ലോ. അത് ചോദിച്ചപ്പോ എന്താ മിണ്ടത്തെ? നാവിറങ്ങി പോയിട്ടല്ല, ഭർത്താവിന്റെ ഇഷ്ടത്തിനടുത്ത് വഴങ്ങി നിൽക്കാനല്ല, സ്വന്തം ഇഷ്ടം ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചത്. ചുമ്മാ അതൊക്കെ പറയാതെ. നീ അതൊന്നുമല്ല. നീ ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ പുതിയൊരു ടെക്നിക്, എന്നെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാം, അപ്പൊ നിനക്ക് ജോലിക്ക് പോകാമല്ലോ. അതെനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ ഈ കത്തിന്റെ അർത്ഥം തന്നാ 100 പ്രാവശ്യം ആവർത്തിച്ച എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ? എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, അതങ്ങനെ പറഞ്ഞേക്ക്. നമുക്ക് നല്ലത് വരുന്നൊരു കാര്യത്തിന് നിർബന്ധിച്ചതാ ഇപ്പൊ കുറ്റം. അതാണ് നല്ലതെന്ന് ആര് പറഞ്ഞു? അപ്പൊ അതിന്റെ അർത്ഥം തന്നാ ഇപ്പൊ ഉള്ളത് നല്ലതല്ലെന്ന്. കഴിഞ്ഞുകൂടാൻ നിവൃത്തിയില്ലാണ്ട് ഞാൻ നിന്റെ തന്തയുടെ തിരക്കാൻ പോയടി. സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന തരത്തിൽ പോറ്റാനുള്ള വരുമാനമൊക്കെ എനിക്കുണ്ട്, അത് മതി. അതിന്റെ ചൊൽപ്പടിക്ക് മര്യാദക്ക് നിന്നോണം. ഞാൻ എപ്പോഴും കാൽക്കഴി കിടക്കണമെന്നോ? എനിക്കൊരു ജോലി ചെയ്യാൽ അതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ മനസ്സ് നിറയെ കോംപ്ലക്സുകളാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പഴക്കു കൂടാതെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടോ? അതന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഓ, അതിനും കുറ്റം എനിക്കാണ്. എങ്കിൽ പിന്നെ എന്തിന് എന്നെ കല്യാണം കഴിച്ചു? അന്ന് നിന്നെ കണ്ടപ്പോ നിന്റെ വിശ്വരൂപം ഇതായിരിക്കും ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ നിൽക്കുന്ന പെങ്ങളുടെ കല്യാണം നടക്കാൻ, അവൾക്ക് ഇണങ്ങുന്ന ചെറുക്കനെ കിട്ടാൻ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു. അതല്ലേ സത്യം? എന്താ പറഞ്ഞു? എന്റെ പെങ്ങക്കൊരുത്തരെ കിട്ടാൻ വേണ്ടി ഞാൻ നിന്നെ കല്യാണം കഴിച്ചു അല്ലേ? എന്ത് ത്യാഗം ചോദിച്ചോ അവളെ ഇറക്കി വിടാൻ? അവളെന്താടി മുടക്കാത്തിരക്കായിരുന്നു? ആർക്കറിയാം? മോളെന്താ ഈ രാത്രിയില്? വണ്ടി കിട്ടാൻ താമസിച്ചു. അനി വന്നില്ലേ? അനിക്ക് ഒരാഴ്ചത്തെ ടൂർ. ഒരു ചേഞ്ചിന് ഞാനിങ്ങ് പോന്നു. അതേതായാലും നന്നായി. നീയും സുഖവും പട്ടണത്തിൽ താമസമാക്കിയത് പിന്നെ
എവളും ഞാനും ഇവിടെ ഒറ്റയ്ക്കാം. എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടെ നോക്കി ഇരിക്കാൻ പറ്റുക? മോളിച്ചല്ലേ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. ആ, ആഹാരമൊക്കെ വേഗം റെഡിയാക്കാൻ പറ. മോളും കൂടെ ഉള്ളതാ, നന്നായിരിക്കണം.